ശ്രീയേട്ടാ? ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു ഇത് ഒരുപാട് കഷ്ടപ്പെട്ടാലേ ഇതുപോലൊരു സെറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന പോലെ നിഷാന്ത് പേടിച്ചു പോയി. കാരണം കാലത്ത് കണ്ടിട്ട് അത്ര ഒരു എന്താണ് വളരെ ക്യൂട്ടായിരിക്കുന്നു കാണാൻ വേണ്ടിയിട്ട്. ഗുരുവായൂരുള്ള അല്ലേ? ഗുരുവായൂരുള്ള സോങ് വളരെ ചെറിയ സോങ്ങാണ്. അത് അതിനകത്തൊരു സംഗതികളിലൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ സോങ്ങാണ്. അപ്പം അതിനകത്ത് കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. കാത്തരുളു ദേവി, കാളി ഭദ്രകാളി, മായാ ഭഗവതിയെ. ആ അനുപല്ലവി ഒന്ന് പാടാവോ? അറിയാതടിയങ്ങൾ ചെയ്യും പിഴകളെല്ലാം മറക്കൂ, മാപ്പു തരൂ മായാ ഭഗവതിയെ, മായാ ഭഗവതിയെ, മായാ ഭഗവതിയെ. അങ്ങനെയും പാടാം. ഇപ്പൊ സന്നി പാടിയ മായാ ഭഗവതിയെ എന്ന് പാടിയില്ലേ? അതും കൊള്ളാം. പക്ഷെ ഓൺ പ്രസന്റേഷൻ പാടിക്കൊണ്ടിരുന്ന സമയത്ത് അത് കുറച്ച് ശ്രുതി പോയിരുന്നു. പിന്നെ മഞ്ഞളുമായി വന്നേ ആ പോർഷൻ പാടി. നിന്റെ പാദ പങ്കജങ്ങൾ, നിന്റെ പാദ പങ്കജങ്ങൾ തേടി തേടി വന്നേ, ചന്ദനവും കുറിനിരയും മഞ്ഞളുമായി വന്നേ. ശ്രുതിയാണ് പറയുന്നത്, അല്ല വേറെ സംഭവങ്ങളൊന്നുമല്ല. ആ ശ്രുതി അതുപോലെ കാത്തരുളു ദേവി. പിന്നെ വന്ന് മായേ, ആ മാഗരിസ എന്നുള്ള സ്ഥലം ടച്ച് ചെയ്തിട്ടില്ല. ഇത്രയൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്തത്. കാരണം അത്രേ ഉള്ളൂ. പാട്ട് വളരെ ഷോർട്ടാണല്ലോ, എത്ര വളരെ ചെറിയൊരു പാട്ടാണ്. അല്ല ശരിക്കും ഞാൻ പാട്ട് ചെറുതാണെന്നറിയാം, പക്ഷെ ഇങ്ങനെ ഒരു ടീം അതെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അതാണ് ശരി. അതെ മനസ്സിലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ഒരു പാട്ടാണ്, വളരെ ഒരു 3 മിനിറ്റ് വരുന്ന ഒരു സോങ് ആണ്. അപ്പം എന്തായാലും അത് പാട്ടിന്റെ സൈഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ പാട്ടിനെക്കാട്ടിൽ കൂടുതൽ ഇതിനകത്ത് നമ്മുടെ വിഷ്വൽ ബ്യൂട്ടിയിൽ വരുന്നത് ഈ ഒരു സംഭവമാണ്. ഇതിന്റെ നിങ്ങളുടെ പുറയിലുള്ള നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ നമസ്കരിക്കുന്നു. വെരി ഗുഡ്, നന്നായിരിക്കട്ടെ, ഓൾ ദ ബെസ്റ്റ്, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു ശ്രീയേട്ടാ. ശരത് സർ? സന്നിധാനം ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വളരെ എൻജോയ് ചെയ്തു. കാര്യം ഇത് ദീദി പറഞ്ഞത് ബ്രഹ്മാവാണെന്ന്. അപ്പൊ ദീദിക്ക് ബ്രഹ്മാവിനെ പറ്റി അറിഞ്ഞൂടാ. സന്നിധാനം ഞാൻ സന്നിധാനത്തിന് ഇത് കോമ്പറ്റീഷൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? സന്നിധാനത്തിന് ഇനി ഷാർപ്പായിട്ട് പാടിയാൽ ഞാൻ സ്റ്റേജിൽ കയറി അടിക്കുമെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? അടിക്കട്ടെ? എനിക്ക് എണീക്കാൻ വേണ്ട ഇവിടെ നിന്ന്. ആകപ്പാടെ ഒരു വേണ്ട, അയ്യോ എനിക്ക് വേണ്ട. സന്നി എന്നെ ഒന്ന് ജപിച്ചിട്ടാ പോയത് ഇവിടെ പോകുന്നതിന് മുമ്പ്. ഒരു ഭൂ ആകിട്ടാ പോയത്. എന്റെ ദൈവമേ, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ സന്നിധാനം ആദ്യത്തെ കാളിയും ദേവിയും കാളിയൊക്കെ കുറച്ച് ഷാർപ്പാ, ചിരിക്കണമെന്ന്. അതുപോലെ അറിയാതെ പിന്നെ ചെയ്യും പിഴകളെല്ലാം അതൊക്കെ സന്നിധാനത്തിന്റെ സ്റ്റാമ്പ് അടിച്ച് തകർത്തേക്കെ അല്ലേ. പിന്നെ കുട്ട ഈ ഷാർപ്പായിട്ട് പാടുന്ന നിർത്തിയില്ലെങ്കിൽ സന്നിധാനത്തിന്റെ വീട്ടിൽ വന്ന് ഞാൻ സന്നിധാനത്തിനെ കൂട്ടി അങ്ങ് ചെന്നൈക്ക് കൊണ്ടുപോകും. പാടാൻ ഒരവസരവും തരത്തതുമില്ല. ചുമ്മാ അവിടെയൊക്കെ എന്റെ കൂടെ നടത്തും, കൈ പിടിച്ചോണ്ട് വരൂ. 2 പെട, അതിനു മുമ്പ് ചൂരിലുണ്ട് 2 പെട. ആ നല്ല അമ്മ, ഇത് മതി. അപ്പോഴേ ചൂടറിയുള്ളൂ. അപ്പോഴേ അത് എന്ത് ഒരു ഗുരുനാഥന്മാര് അടിച്ചിട്ടില്ലെന്നാ തോന്നുന്നു. അതാ ചുമ്മാതല്ല കേട്ടോ. കൊടുക്കുക. അപ്പൊ അമ്മയ്ക്ക് വേണ്ടി സന്നിധാനത്തിനെ അടിച്ച് ഞാൻ പൊട്ടിക്കും കേട്ടോ. ഇപ്പൊ സന്നി ഇതൊക്കെയാണ്. അപ്പൊ ഇതൊരു വളരെ കുറച്ച് സ്വരങ്ങളും ഈ പാട്ട് അത് മതി. ഈ പാട്ടിന്റെ ടോട്ടൽ ഫീൽ അതാണല്ലോ. വലിയൊരു സംഭവം അല്ലല്ലോ. സന്നിധാനത്തിൽ തന്നെ അറിയാം സന്നിധാനം പാടിയത് ഒരു ഗ്രേറ്റ്, ഞാൻ എന്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു പാട്ട് എന്നുള്ളതൊരു ലെവലിൽ സന്നിധാനത്തിന് അങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്യായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു, ഇങ്ങനെ തലകളുള്ള ആളുകളും. അപ്പോൾ സന്നിധാനം ഈ കുളമായിട്ട് പാടിയെന്നല്ല പറഞ്ഞു കേട്ടോ. പിന്നെ ഈ ഷാർപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ സന്നിധാനം അതൊന്ന് ശ്രദ്ധിക്കണം മക്കളെ കേട്ടോ. ഇല്ല അമ്മ പറഞ്ഞാൽ ഞാൻ അങ്ങ് കേൾക്കും കേട്ടോ. അമ്മ എന്റെ കൂടെ ഉണ്ടല്ലോ. കണ്ടോ, ഇങ്ങനൊരു അമ്മ എവിടെങ്കിലും കിട്ടുമോ? ഗ്രേറ്റ്, അടിച്ച് പൊളിക്കണമെന്ന്. താങ്ക് യു ശരത് സർ. ദീദി? എല്ലാ പ്രാവശ്യം സണ്ണി എല്ലാവരും ദേ ഫൈൻഡ് ഫോൾട്ട് വിത്ത് യു അല്ലേ?
ഞാനും പറയും ചിലപ്പം ഇത് ഫ്ലാറ്റ് നോട്ട് ചിലപ്പം എവറി ടൈം ഇത് ഔട്ട് ഓഫ് പിച്ച് ഇത് ഷാർപ്പ് ഈ പ്രാവശ്യം ഐ ഹാവ് വൺ മിസ്റ്റേക്ക് ടു ഫൈൻഡ്. ഓക്കെ, ഒരു ഫോൾട്ടാണോ ഇത്? ഓൾ ദ ബഹുമാനപ്പെട്ട ജഡ്ജുകൾ they didn't say it, okay, so I will say it. പേടിച്ച് അത് എന്ത് നിന്റെ പാദ പങ്കജങ്ങൾ തേടി തേടി വന്നേൻ. then அதுக்கப்புறம் சும்மா பாடுங்க அடிங்க சார். ഭക്തരക്ഷകനീ ശക്തി രൂപിണി നീ കരളിൽ തിരയടിക്കും കരുണാസാഗരം നീ നിന്റെ പാദ പങ്കജങ്ങൾ തേടി തേടി വന്നേ ചന്ദനവും കുറിനിറയും. ചന്ദനം or കുങ്കുമവും? ആഹാ, കുങ്കുമവും ഇല്ലേ? അല്ല, ലിറിക്സിൽ അങ്ങനെയാണ്. ലിറിക്സ് ചന്ദനം ആണോ? യു ആർ സേയിങ് ഇറ്റ് മഞ്ഞൾ. ഇല്ലല്ലേ, ഫസ്റ്റ് വേർഡ് ചന്ദനം or കുങ്കുമം. ഓക്കെ, എന്നാ ചൊല്ലുങ്ക സാർ. സണ്ണി പറഞ്ഞോ, ചന്ദനമാണോ കുങ്കുമാണോ അത് ഇഞ്ചിയാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ കേട്ടപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം ഞാൻ സ്ഥിരം പാടി ഉള്ള ഒരു പാട്ടാണ്. പക്ഷേ ഇതിന്റെ എന്താണ് അതിന്റെ വേർഡ്സ് പോലും അറിയില്ല. പക്ഷെ എനിക്ക് കിട്ടിയ ലിറിക്സ് മഞ്ഞളും ചന്ദനവും മഞ്ഞളും അങ്ങനെ സംഭവമാണ്.